ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ, കണ്ണൂർ. ഇന്ന് പണിമുടക്കൊക്കെ അല്ലേ, അപ്പം ഞാൻ 2 ദിവസത്തേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇന്ന് വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളാവല്ലേ. അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഇന്ന്. ആരും എണീറ്റിട്ടൊന്നുമില്ല, ഞാനാണ് എണീറ്റായിട്ട് ഫസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കാലത്ത് തന്നെ എണീറ്റ് പ്രാർത്ഥിച്ച് ഞാൻ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല മഴയൊക്കെയാണ്. ഇതെൻ്റെ അച്ഛൻ്റെ തറവാടാണ്. എൻ്റെ കുട്ടിക്കാലമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം സ്വന്തം വീട്ടിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് തറവാടും വരുന്നത്. അമ്മയുടെ രാവിലത്തെ ദിനചര്യങ്ങളിലാണ് പ്രാർത്ഥിച്ച് അമ്മയുടെ സങ്കടവും സന്തോഷമൊക്കെ അമ്മയുടെ കൃഷ്ണനോട് പറഞ്ഞ് അന്നത്തെ ദിവസം അമ്മ തുടങ്ങി. ഞാൻ അപ്പോഴേക്കും പോയി കുളിച്ച് റെഡിയായി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ പത്തലും ചിക്കനും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അവിടെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, തൃശ്ശൂർ ഉണ്ടാക്കാറുണ്ട്. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കോഫിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ശരിക്കും നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പർ. നമ്മൾ ഏകദേശം ഒരു ക്യാപ്പിച്ചീനോ ഒക്കെ പോലത്തെ ഒരു കോഫിയാണ്. പക്ഷെ അത്ര സ്ട്രോങ് അല്ല, എനിക്ക് അത്ര സ്ട്രോങ് ഇഷ്ടമല്ല, കുറച്ച് സ്ട്രോങ് കുറവായിരിക്കും. ഞാൻ പൊതുവേ ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കാറൊന്നുമില്ല, പക്ഷേ ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് ഇത്. ഇടയ്ക്ക് ഇത് കുടിക്കാൻ തോന്നുമ്പോൾ അമ്മേനോട് വീട്ടിൽ വരുമ്പോൾ അമ്മയോട് ഉണ്ടാക്കി തരാൻ പറയും. ഞാൻ ഉണ്ടാക്കി തന്നെ എനിക്ക് ഇത്ര പെർഫെക്ഷനൊന്നും തോന്നാറില്ല കേട്ടോ. ഇതെന്തായാലും അടിപൊളിയാണ്. ചേട്ടനും ഒക്കെ ഇഷ്ടമാണ് ഇത്. ഇത്ര ക്രീമിയാണിത്, പറയാനില്ല. ഇതെന്താ അമ്മ വിപ്പിംഗ് ക്രീം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും നല്ല തിക്ക് പാലൊക്കെയാണ്, വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ പാലൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അമ്മേനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല കേട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അമ്മേനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വീട്ടിലുള്ളതെന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ ആദ്യം കാണിച്ചാണ് അല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ അമ്മേനെ പരിചയപ്പെടാം. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അമ്മേ അയാളോടൊരു ഹായ് പറഞ്ഞേ. ഹായ്. അമ്മ ഇന്ന് നമ്മൾ വന്നോണ്ട് എന്തെല്ലോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, അത് എന്താന്ന് ചോദിച്ചു നോക്കാം അല്ലേ. എന്നാ അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത്? ഞാനൊരു സ്പെഷ്യൽ ബിരിയാണി ആക്കി കൊടുക്കുവാണ്, എൻ്റെ മോനും വന്നതുകൊണ്ട്. ആ ശരി. ചേട്ടൻ വന്നിട്ടില്ല കേട്ടാ. ചേട്ടൻ ഉദ്ദേശിച്ച എൻ്റെ ബ്രദർ വന്നിട്ടില്ല, അവൻ പുറത്താണ്. അപ്പോൾ ഇന്ന് ചേട്ടനും ഞാനും കൂടിയിട്ടാണ് വന്നത്. അപ്പം ഇന്ന് എന്ത് ബിരിയാണി അമ്മ ഉണ്ടാക്കുന്നത്? ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി. അതെ. അപ്പം അമ്മേൻ്റെ ചിക്കൻ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ്. അപ്പം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കിയാലോ. അതിന്റെ പുറകെ ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടാക്കി കൊടുക്കണ്ട എൻ്റെ മോൾക്ക്. അത് ശരി. അപ്പൊ അതെല്ലാം നമുക്ക് കാണാം. അപ്പൊ അമ്മ ഓക്കെ സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ. അമ്മ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? ഞാനിതാ ഉള്ളി ഇതിലേക്ക് വേണ്ടുന്നത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി ഫ്രൈ ചെയ്തതാണ് ഇത് ഉപയോഗിക്കുക. ബിരിയാണിയിൽ ഫ്രൈ ചെയ്തതായിരിക്കും അല്ലേ കൂടുതൽ ഉപയോഗിക്കുക? അപ്പൊ അതിനുള്ള ഉള്ളിയാണോ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത്? ഓക്കെ. നെയ്ച്ചോറിനുള്ള അരി അമ്മ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കൂടി ഒന്ന് മിക്സിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. അമ്മ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണേ? ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാടി വന്നപ്പോഴാണ് സവാള ഇട്ടത്. ഇതും ബ്രൗൺ കളർ ആവണോ? വേണ്ട, ഇത് നോർമലി ആയാൽ മതി. ഏകദേശം ആയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഗരം മസാല, ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, മഞ്ഞൾപ്പൊടി, പുതിന. അമ്മ ഈ ബിരിയാണി എവിടെ നിന്ന് ഉണ്ടാക്കാൻ പഠിച്ച അമ്മ? ഇത് ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ്, എളുപ്പ വഴി നോക്കിയതാണ്. അപ്പോൾ അത് സൂപ്പറായി. പിന്നെ ഈ ബിരിയാണിക്ക് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ആര് വരുമ്പോഴും അമ്മയോട് ഇത് ഉണ്ടാക്കി തരാൻ പറയാറുണ്ട് കേട്ടോ. ചിക്കൻ ഇടുക. ആ ചിക്കൻ നമ്മൾ പ്രത്യേക സ്പെഷ്യൽ മസാലയൊന്നും ചേർത്തിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, ഇത് കഴുകി ഊറ്റി വെച്ചതാണ്. ഓക്കെ.
ഇനി നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ കൂടി ഒന്നങ്ങോട്ട് ഇരുന്ന് സെറ്റ് ആവണല്ലോ അമ്മേ. ഇനി വെള്ളം ഒഴിക്കും ഇതില്? ഇല്ല, വെള്ളം ഒഴിക്കും. ഉള്ളിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ശരിക്കും മുളക് പൊടി നല്ലോണം ഒന്നും ഇടണില്ല അല്ലേ? അതും കാശ്മീരിയാണ് യൂസ് ചെയ്തിരിക്കണതും അമ്മ. പച്ചമുളക് ഇനി കുരുമുളക് ഇടും. അത് ചിക്കൻ വെന്ത് വന്നതിന് ശേഷമല്ലേ? നമുക്കിത് എന്തായാലും ഒന്ന് വേവിക്കാം അല്ലേ? ഇത് ഉള്ളി ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് പൊടിച്ച് വെച്ചതായത്. ഇതപ്പോ ചിക്കനിലേക്ക് ഇടാനാണോ? ചിക്കൻ ഒന്നുകൂടി ആട്ടെ. അമ്മ ഇതിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലല്ലോ അമ്മ? ഇല്ല. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്ന് എണ്ണയും ഇതൊക്കെ പൊടി. ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലേ? പച്ചമുളകും നമ്മൾ ആകെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിന് അമ്മ മുളക് പൊടി. ഇല്ല, ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇതിൻ്റെ അകത്ത് തക്കാളി ആഡ് ചെയ്യുന്നത്. ചിക്കനൊക്കെ വെന്ത് ഒരു വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് തക്കാളി ആഡ് ചെയ്യുന്നത്. കുരുമുളക് പൊടിയും തക്കാളി ഇട്ട് ഇനി അത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിലൊന്ന് വേവട്ടെ. ഇനി നെയ്ച്ചോറ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഗീ ആണല്ലേ ആഡ് ചെയ്തിരിക്കണേ? ഗീ ആഡ് ചെയ്തു. ഇഞ്ചി, പട്ട, ഗ്രാമ്പു അതൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാനിതിപ്പം 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 കപ്പിൽ കണക്കാക്കിയിട്ടാണ് അരി എടുത്തിട്ടുള്ളത്. ആ കപ്പ് ഞാൻ കാണിച്ചു തരാം. ആ കപ്പിലാണ് ഇതിലേക്ക് ചേർക്കേണ്ട വെള്ളം എടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് എത്ര വെള്ളം എടുക്കും അമ്മ? 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അതിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എടുത്തത് 1 കപ്പിലാണ്. അപ്പോൾ ആ 1 കപ്പിൽ 1.5 കപ്പ് വെള്ളം. അപ്പോൾ അരിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെള്ളത്തിൽ കുറച്ചൊരു മാറ്റം വരും. അപ്പോൾ ഈ അരിക്ക് ഇപ്പോൾ ഒരു 1.25 ഗ്ലാസ്, ഈ അരിക്കിപ്പം കപ്പിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ കപ്പിൽ ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. എന്നാലാണ് അത് കറക്റ്റ് അളവ് വരിക. അതിപ്പം ഇന്ന് കിട്ടിയത് എപ്പോഴും അഷ്റഫിൻ്റെ അരിയാണ്. കണ്ണൂർക്കാരെ സ്പെഷ്യൽ അരിയാണ് അഷ്റഫിൻ്റെ അരി. അപ്പോൾ അതിന് കിട്ടിയില്ല. ഇന്ന് ഹർത്താലൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഇന്നലെ ഹസ്ബൻഡ് വരാൻ വേണ്ടി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇവിടെയുള്ള കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ബിരിയാണി സൂപ്പർ ആണെങ്കിൽ നമ്മൾ അഷ്റഫിൻ്റെ അരിനെ വെക്കണം എന്നല്ലേ അമ്മ? അഷ്റഫിൻ്റെ അരിയാണ് ബിരിയാണിക്ക് സൂപ്പർ. തൈര് ആഡ് ചെയ്യണം കേട്ടോ. നല്ല കട്ട തൈരല്ലേ? അമ്മ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. അമ്മ പുറത്തുനിന്നൊന്നും തൈര് മേടിക്കില്ല. അമ്മ തൈരും നെയ്യൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്. അരി എടുത്തിട്ട് അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കപ്പിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് 1.25 കപ്പ് വെള്ളമാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം എന്തിനാണ് അമ്മ? അത് അരി തമ്മാമ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. അടച്ചിട്ടാണോ കുക്കർ മൂടി വെക്കുക? അല്ല, ഇപ്പം തന്നെ മൂടി വെക്കുക. വിസിലിടുവോ? വെയിറ്റ്, പിന്നെ വിസിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ടൊരു എത്ര മിനിറ്റ് വെക്കും? അത് ഏറെ വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് സിമ്മിൽ വയ്ക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും അല്ലേ? ഞാൻ ഒക്കെ ബിരിയാണി പോട്ടിലാണ് കേട്ടോ വെക്കാറ്. ഞാൻ കുക്കറിൽ വെക്കാറില്ല. കുക്കറിൽ വെച്ചാൽ എനിക്ക് അധികവും പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്കറിൽ വെക്കില്ല. പക്ഷെ അമ്മ പണ്ടേ കുക്കറിലാണ് വെക്കുക. അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പം അമ്മേൻ്റെ ബിരിയാണിയിൽ ഇങ്ങനെ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. വീട്ടിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും അമ്മ ഉണ്ടാക്കണ ഫുഡ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മേൻ്റെ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഹർത്താലൊക്കെ ആയ കാരണം നല്ല മീനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് അമ്മ ഇന്ന് നമ്മൾ ചിക്കൻ പിടിച്ചതല്ലേ അമ്മ? അപ്പം ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കരിവേപ്പിലൊക്കെ ഇടുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഹൈലൈറ്റാണ് ഈ ഉള്ളി ഞങ്ങൾ ഫ്രൈ ചെയ്ത്
ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിൽ പൊടിച്ചെടുത്തതാണ്. പൊടിച്ചെടുത്തു. അത് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയണത് അല്ലേ? കണ്ടത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് തന്നെ ചിക്കനിന് എത്ര വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നോക്കിയല്ലേ അമ്മ? നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം വറ്റി അതുകൊണ്ട് സെറ്റായി നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടത് ചിക്കൻ. ശരിക്കും ചിക്കൻ വറുത്ത് വെക്കണ ഒരു ഫീലാണ്. വെള്ളമൊക്കെ വറ്റി നല്ല മസാലയായിട്ട് നല്ല യോജിച്ച് ഉണ്ടായി. ഇതിൻ്റെ കളറ് തന്നെ കണ്ടോ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായില്ലേ? നേരത്തെ ശരിക്കും നമ്മളൊരു വൈറ്റ് ചിക്കൻ ഉണ്ടായിരുന്നത് ഇപ്പം നല്ല ചിക്കൻ വറുത്ത പോലെ ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഇങ്ങനെ വായിൽ വെള്ളം ഓടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മോളെ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയാൽ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോ, എരിവുണ്ടോ, ഉപ്പുണ്ടോ? അപ്പം അമ്മേൻ്റെ ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മ കുറച്ച് ടേസ്റ്റ് ആണെന്ന് തരുമോ? സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവും എല്ലാം ഉണ്ട്, നല്ല പാകമായിട്ടുണ്ട്, അടിപൊളി. നമ്മളെ ചിക്കൻ റെഡിയായി. നമ്മൾ ബിരിയാണിക്കുള്ള മസാല ചോറ് ചോറിൽ അങ്ങനെ എറും വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വിസിലിടും അല്ലേ അമ്മ? വെയിറ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെക്കും അല്ലേ? ഇനി ഒരു 5 മിനിറ്റ് സിമ്മിലേക്ക്. അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറ് റെഡിയാവും. ചിക്കൻ അങ്ങനെ ഓൾമോസ്റ്റ് റെഡി. അടിപൊളി കിട്ടുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല എരിവും ഉണ്ട്, പുളിയും ഉണ്ട്. സെറ്റ്. ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകണം അമ്മ. ഇത് ദമ്മ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അമ്മയോട് പറയും ദമ്മ ഇടണ്ട അമ്മ, ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്ക് ഇങ്ങനെ ആക്കണം ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ കല്യാണത്തിനൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നല്ല ലഡിങ്ങ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദമ്മിടുന്നതിനേക്കാളും. അപ്പം ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. കൂടുന്നോ ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വേണ്ടി? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്യണം അല്ലേ അമ്മ? എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ. ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണി എങ്ങനെയുണ്ട്? അമ്മേൻ്റെ ബിരിയാണി അച്ഛാ ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി. അപ്പോൾ എല്ലാവരും അമ്മയുടെ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.